അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഅലഹും അവർക്ക് വളരെ മോശമാകും. യൗമൽ ഖിയാമ നാളിൽ ഹിംലൻ ഭാരം, അവരുടെ ചുമട്. എന്നൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വർത്തമാന ഭാവി കാലക്രിയയാണ്, ഭൂതകാലക്രിയയാണ്. മോശമായിരിക്കുന്നു എന്ന്, പക്ഷേ അത് വർത്തമാനത്ത് വരാനിരിക്കണതാണ്. അതാ തീർച്ചയായും അത് വരും എന്നുള്ളത് ദ്യോതിപ്പിക്കാനാണ് ഭാവി കാലക്രിയ പ്രയോഗിക്കേണ്ടതിന് പകരം അവിടെ ഭൂതകാലക്രിയ പ്രയോഗിച്ചത്. പിന്നെ യഹ്മിലു യൗമൽ ഖിയാമ എന്നാണ്, അവൻ വഹിക്കുന്നതാണ്. ഇവിടെ ഖാലിദീന ഫീഹ എന്നാണ്, അവർ അതിൽ നിത്യവാസികൾ എന്നാണ്. ഇത് ഏകവചനാണ്, ഇവിടെ ബഹുവചനാണ് അല്ലേ. അതുപോലെ വസഅലഹും അവർക്ക് എന്നാണ് ഉണ്ടോ. അപ്പോൾ അതെന്താ, ഇവിടെ ഈ മൻ എന്നുള്ള പദത്തെ, പ്രത്യക്ഷമുള്ള പദത്തെ നോക്കിയിട്ടാണ് ഏകവചനം പ്രയോഗിച്ചത്. എന്നാൽ ഇവിടെ ഒരാളല്ല ഉദ്ദേശം, പലരാണ് ഉദ്ദേശം ആശയത്തിൽ. അതുകൊണ്ട് ആ ആശയങ്ങളെയാണ് ഇവിടെ എന്ത് ചെയ്തത്, ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഖാലിദീൻ ലഹും എന്നൊക്കെ ബഹുവചനം പറഞ്ഞത്. ഈ അറബി പദങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഇത്തരം പദങ്ങളുടെ പ്രത്യേകത. അതിൻ്റെ പദം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഏകവചനം എന്ന് വിധിക്കാം, പക്ഷെ അതിൻ്റെ ആശയം നോക്കിയാൽ ബഹുവചനമായിട്ടാണ് അത് വിധിക്കപ്പെടുക. അതുകൊണ്ടാണ് പദം നോക്കിയിട്ട് ചിലയിടത്ത് എന്ത് ചെയ്യും, ഏകവചനം പറയും. അതിനെ തന്നെ എന്ത് ചെയ്യും, പലയിടത്തും ബഹുവചനം പ്രയോഗിക്കും. കാരണം എന്താ, അത് ആശയം ബഹുവചനത്തെയാണ് വഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ അറബി സാഹിത്യത്തിൻ്റെയും ഭാഷൻ്റെയും പ്രത്യേകത അറിയാത്തവരെന്ത് ചെയ്യും, കണ്ടോ ഇവിടെ ഏകവചനം, കണ്ടോ ഇവിടെ ബഹുവചനം. വിശുദ്ധ ഖുർആനിൽ എന്താണ്, റോങ് ഇങ്ങനെ പറയും. അല്ലാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. പ്രത്യേകിച്ച് ഈ അറബി ഭാഷയും സാഹിത്യവും ഒന്നും പഠിക്കാത്ത ആളുകൾ, നിരീശ്വരവാദികളുടെ വാലുകളായിട്ട് മുസ്ലിം പേരുകൾ ഇട്ട് നടക്കുന്ന കുറേ ആളുകൾ, അത്തരം ആളുകൾ ഇത്തരം ഫിത്തനകളിലാണ്.